ഡാൻസ് കളിച്ച് വീട് പൊളിക്കാതെ നോക്കിയോ? ഉറങ്ങാനും സമ്മതിക്കില്ല. അതെ, അവളുടെ കല്യാണത്തിന് ശേഷം നമ്മുടെ ഷിനോക്കെ പുറത്തുപോയി പഠിക്കണമെന്ന്. പുറത്തു പോട്ട്. ഞാനല്ലെങ്കിലും വീട്ടിൽ സ്കൂളൊന്നും തുടങ്ങിയിട്ടില്ല. അതല്ലെന്നേ, അവ ഏതോ ഒരു സ്ഥലത്തിന്റെ പേര് പറഞ്ഞു. ആ രമയുടെ മോൻ കണ്ണം പഠിക്കണ സ്ഥലത്തിന്റെ പേരെന്താ? കാനഡയില. അത് തന്നെ. അവിടെ ആവുമ്പോ ജോലിയും ചെയ്യാം പഠിക്കുകയും ചെയ്യാം. എടി, അധ്വാനിക്കാൻ മനസ്സുണ്ടെങ്കിൽ അത് പുറത്തു പോകണമെന്നില്ല. ഇവിടെ നിന്നാലും പൊന്നുകളായിരിക്കാം. മനസ്സിലായ? അല്ലെങ്കിൽ തന്നെ അവനെന്തിനാ പുറത്തു പോണേ? എടി, അവൻ ഈ കമ്പനിയുടെ CEO ആണ്. CEO എന്ന് വെച്ചാൽ എന്താണെന്ന് നിനക്കറിയോ? കമ്പനിയിലെ ഏറ്റവും വലിയ ഓഫീസർ. അവന് താഴെയുള്ളൂ ബാക്കി എല്ലാവരും. ഈ ഞാൻ പോലും. CEO വന്നു. മോനെടാ, അത് പൊന്നേരിയല്ലേ 50-ന്റെ, അത് ഇവിടെ വെച്ചേക്കും. CEO ചാക്കെടുക്കുന്ന ഓഫീസറല്ലേ? ഞാൻ കോടതിയിലും സിഒയുടെ മുന്നിലും മാത്രമേ എണീറ്റിക്കാറുള്ളൂ. മനസ്സിലായ? ആ 10 ചാക്കും കൂടെ എടുത്ത് വെച്ചേക്ക്. അപ്പനെ ഇപ്പൊ ഇല്ല കഴിച്ചാക്ക് ഞാൻ പെട്ടലിക്കിട്ടാനെ. അവൻ പോയിട്ടേ ഞാൻ ഇരിക്കാൻ പാടുള്ളൂ. അറിയോ? ഇത്രയും നല്ല ജോലിയും വിട്ടിട്ട് ആരെങ്കിലും കാനഡയിൽ പോകും? പറഞ്ഞാലും മനസ്സിലാവില്ല. ഈ വീട്ടിൽ ഇച്ചിരി സ്നേഹവും റെസ്പെക്റ്റൊക്കെ ഉള്ളത് ഇവറ്റകൾക്കാണ്. ബാ, കഴിക്കും. നന്നായിട്ട് കഴിക്കും. സാറേ, കുറച്ചുകൂടി സമയം വേണം. ഈ ടർഫ് എന്ന ഐഡിയ കുട്ടികളിലേക്ക് എത്തുന്നുള്ളൂ, എസ്പെഷ്യലി പാരൻസിൻ്റെ അടുത്ത്. ഇപ്പൊ പുറത്ത് കളിക്കുന്ന കുട്ടികൾക്ക് എത്ര അപകടം ഉണ്ടാവണമെന്ന് അറിയോ? എടാ, അതൊക്കെ പറഞ്ഞ ആളുകളെ ഭയപ്പെടുത്തണം. പുറത്ത് കളിക്കാൻ ആളുകൾക്ക് പേടി തോന്നണം. എന്നാലും ഇവിടെ ആളുകൾ പന്ത് കളിക്കാൻ വരും. അറിയോ? ഇപ്പൊ ടർഫിൽ കളിക്കുകയാണെങ്കിൽ സാറിന്റെ വയറ് എന്തായാലും കുറഞ്ഞാലെന്ന് അറിയോ? എടാ, നീ വയറിന്റെ കാര്യം വിട്ടേക്ക്. ആദ്യം നീ EMI അടക്കാൻ നോക്ക്. സാറേ, അത് നോക്കിയേ. ഒരു വർഷത്തിൽ എത്ര കുട്ടികളാ പാമ്പ് പിടിച്ചു വരിക്കണേ? എത്രയാ? അങ്ങനെ എനിക്കറിയില്ലേ. എടാ, ഈ പാമ്പില്ലാത്തിടത്ത് നീ അല്ലാതെ പാമ്പിന്റെ ഫോട്ടോ വെക്കോ? ഇത് കണ്ട ആരെങ്കിലും ഇവിടെ കളിക്കാൻ വരുമോ? അതൊക്കെ പോട്ടെ. നീ എത്രയും പെട്ടെന്ന് EMI അടച്ചു തീർക്കാൻ നോക്ക്. അല്ലേട്ടാ, ഇതിപ്പോ പണിവാളോ? നിനക്ക് തീരെ ട്രസ്റ്റ് ഇല്ലല്ലേ? ഇതിലേക്ക് നോക്കണ്ട, ഇത് ഞാൻ തരൂല. സ്വഭാവം. മക്കളെ, പറമ്പ് കളിക്കാതെ ഈ കൂട്ടുകാർ കളിക്കടാ. ചീട്ടിറേ ഒത്തിയുടെ ഫസ്റ്റ് വൺ കാർഡ്. മാധവൻ ചേട്ടൻ ജയിച്ചു. അല്ല, കല്യാണം വീട്ടിൽ വന്ന് വിളിച്ചതല്ലേ? ഒന്നുകൂടെ ഇരിക്കട്ടെ. എനിക്ക് വേറെ പണിയുണ്ട്. അല്ല, നമുക്ക് ഒരു റൗണ്ടും കൂടെ ഇരിക്കാം. മാധവാ, കളി മുടക്കല്ലേ? ഞാൻ ഇങ്ങോട്ട്. വാ, ഇരുട്ട് വാക്കിന് രണ്ടെണ്ണം കൂടെ അടിക്കാം. അയ്യോ, ഇനി എന്ത് ചെയ്യും? സ്റ്റെപ്പ് മാറ്റണോ നിർത്തണോ? കളി അവനൊക്കെ കുറച്ച് വെച്ചാൽ മതി കേട്ടോ. മൊത്തം ഒഴിച്ച് തീർത്തളല്ലേ നമ്മള് അടിക്കണ എനിക്ക് 10 എടുത്തു. അതല്ല, ആ മാധവനെ കൂടെ കല്യാണത്തിന് വിളിച്ചു. ഇങ്ങനെയൊക്കെ അല്ലടാ പിണക്കം മാറ്റും. അവനെ കല്യാണം വിളിച്ചില്ലെങ്കിലും അവൻ കൃത്യസമയത്ത് ഗിഫ്റ്റ് തന്നു. കൃത്യസമയത്ത് കറണ്ട് കട്ടായത് കണ്ടില്ലേ? പക്ഷെ ഞാൻ ആരാ മോൻ, ഇതറിയാവുന്നത് കൊണ്ട് തന്നെ നേരത്തെ ജനറേറ്റർ അവനെ മലർത്തി അടിച്ചു ഞാൻ. അതിന് മാധവൻ KSEB റിട്ടയർ കാലത്രയായി. എടാ, റിട്ടയർ ആയാലും KSEB അവന് നല്ല പിടിയുണ്ടാവില്ലേ? ഇല്ലെങ്കിൽ ഈ ഏരിയയിൽ മാത്രമായിട്ട് എങ്ങനെയാ കറണ്ട് പോകുന്നത്? ശങ്കുണ്ണിയുടെ കളി നാണം കെട്ടവൻ. ആരേ ശങ്കുണ്ണി? എവിടെയുണ്ട് സാർ? ഒന്ന് വിളിച്ചേ.
സാർ വരണം, കഴിച്ചിട്ടിരിക്കും. അതവിടെ നിൽക്കട്ടെ. ഈ മദ്യം വിളമ്പുന്ന ആരോട് ചോദിച്ചിട്ടാ? സാറേ ഇന്ന് എൻ്റെ മോളുടെ കല്യാണമോ, ഇന്ന് വിളമ്പിയില്ലെങ്കിലേ ചത്താലും തീരില്ല എൻ്റെ പഴി. എടോ, ഒരു സ്വകാര്യ വ്യക്തിക്ക് ഒരു പ്രൈവറ്റ് ഫംഗ്ഷന് മദ്യം വിളമ്പുന്നതിന് ഒരു കണക്കുണ്ട്. കൂടിയ 3 ലിറ്റർ. അതിന് മേലേക്ക് മദ്യം വിളമ്പണമെങ്കിൽ താൽക്കാലിക ലൈസൻസ് എടുക്കണം. തനിക്ക് ലൈസൻസ് ഉണ്ടോ? സാറേ ഇതൊക്കെ നമ്മുടെ നാട്ടിൽ എല്ലാവരും നടത്തുന്നതാണ്. അതുകൊണ്ട് അവിടെ പരാതി ഉണ്ടാവില്ല, പക്ഷെ ഇവിടെ പരാതി ഉണ്ട്. മനസ്സിലായോ? ഇത് മാധവന്റെ പണിയാ. ശങ്കുണ്ണിയെ വീണ്ടും മാധവൻ മലർത്തിയടിച്ചു. ഫ്രീ ഫുഡ്, ഫ്രീ ഡ്രിങ്ക്സ്, ഫ്രീ അവേഴ്സ്. ഓ ആഹാ, കൊള്ളാല പരിപാടി. എന്താടാ എല്ലാം ഫ്രീ, എല്ലാം പൊട്ടിക്കാനുള്ള പരിപാടിയാണ് അല്ലേ? അച്ഛാ ബിസിനസ് സ്ട്രാറ്റജിയാണ്. കുറ്റം പറയാൻ വന്നായിരിക്കൂലേ? കളിക്കാൻ ഇഷ്ടം പോലെ പറമ്പുള്ളപ്പോഴാ അവന്റെ ടർഫ്. അച്ഛനെ എപ്പോഴും പറഞ്ഞോണ്ടിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അച്ഛൻ ആദ്യമേ അമ്മേനെ വിളിച്ചിട്ടോ ശ്രീധരന്റെ കാര്യം പറഞ്ഞു. നാണാവില്ലേ? നല്ല പ്രായത്തിൽ മുഴുവൻ തരാത്തതുകൊണ്ടല്ലേ വീട്ടിൽ കൊണ്ടാക്കിയത്. അതെ, ഞാനാണെങ്കിൽ അമ്മേന്റെ അനിയത്തിന്റെയും കൂടെ സ്വർണ്ണം എടുത്തോണ്ട് ഇറങ്ങിപ്പോന്നു. ആ, ഇത് ഒരെണ്ണം മാത്രം നീ ചെയ്തത് ശരി. മോളെ, ഉള്ളതെല്ലാം സൂക്ഷിച്ചോ, എങ്കിൽ നിനക്ക് കൊള്ളാം. ബ്ലഡി ഫുൾ യൂസ്ലെസ് സൺ. മണ്ടൻ. മണ്ടനാണല്ലേ, മണ്ടൻ. അവര് രണ്ടുപേരും എന്തൊരു മണ്ടന്മാരടാ. മോളെ ഇന്ന് കരയെ കയറ്. ഈ സമയത്തൊക്കെ ഇങ്ങനെ വെള്ളത്തിൽ ഇറങ്ങേണ്ട കാര്യമുണ്ടാ? തുടങ്ങി. ദാണ്ട ഈ വടക്കു വശത്ത് പ്ലേ ഏരിയ ഉണ്ട്, അവിടെ വർത്താനവും പറഞ്ഞ് ഊഞ്ഞാലാടിയിരിക്കാം. ഞാൻ പറഞ്ഞില്ല നമുക്ക് ഒറ്റയ്ക്ക് വന്നാൽ മതിന്ന്. എടീ, നിന്റെ അച്ഛനമ്മ എന്റെ അച്ഛനമ്മല്ലേ? പിന്നെ പിള്ളേരുടെ ഒരു ആഗ്രഹമല്ലേ, വാന്ന് നമുക്ക് പോയിട്ട് വരാം. ഞാനൊന്നുമില്ല, എന്റെ കയ്യിൽ എന്തെങ്കിലും അബദ്ധം പറ്റിയിട്ട് വേണം മറ്റവന് ചിരിക്കാം. മാധവൻ പേടിക്കണ്ടെന്നേ, നീ വേണമെങ്കിൽ ഒറ്റയ്ക്ക് പോകും. പിള്ളേര് വിളിക്കുന്നു, വരാം. നമുക്ക് ദാണ്ട നല്ല ചൂട് 2 കൂട് പോപ്കോണും വാങ്ങിച്ചോണ്ട് ഇവിടെ ഇരിക്കാം. തണലുണ്ട്. വാ, ഒന്ന് വെറുതെ ഒന്ന് കറങ്ങിയിട്ട് വരാം. ഏതായാലും ഇതുവരെ വന്നല്ലേ. വാന്ന്. ഏത്? ആ അവരിട്ടേക്കും പോലത്തെ ആ സാധനം. ഇത് അതൊന്ന് ഇട്ട് കൊടുക്കണേ. ഇത് തന്നെ താന്നൂല്ല. നീ വേറെ എടുത്തോ, എനിക്കൊന്നും എനിക്ക് കാലിലിടാനും കൂടെ കിട്ടുന്നുണ്ടോ? ഒരെണ്ണം കൂടെ കിട്ടും. ആവശ്യമുണ്ടോ മനുഷ്യന് നാണം കെട്ടാനായിട്ട്? കാണിക്കാച്ചിനെ കൈ പിടിക്കേ. നീ വലിക്കരുത്. വെള്ളം കണ്ട അല്ലെങ്കിലേ പേടിയാ. എടാ ഞാനിവിടെ നിന്നോളാം, നിങ്ങൾ പോയിട്ട് വാ. സൂക്ഷിച്ചു കേട്ടോ, പിടിച്ചിറങ്ങണം. റിലാക്സ് ഡോക്ടർ. റിലാക്സ്. എന്താ പറ്റിയത്? ബോട്ടിങ്ങിനെ തന്നെയാണതാ. പ്ലീസ് പറയൂ, എന്താ പേര്? ഉണ്ണിയച്ചൻ. ആള് പറയട്ടെ, പേഷ്യന്റ് പറയട്ടെ, പറയൂ. ഡോക്ടറെ പേര് ശങ്കുണ്ണി. ഞാൻ പറയുന്നത് കേൾക്കണം. എന്റെ മരണമൊഴി എടുക്കണം ഡോക്ടറെ. മരണമൊഴിയോ? അതിന് നിങ്ങക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. എന്റെ കാല് പിടിച്ച് വലിച്ചെടുത്തോണ്ട് പോയി വെള്ളത്തിൽ മുക്കി കൊല്ലാൻ നോക്കിയവനാ. അവനറിയാം എനിക്ക് നീന്തൽ അറിയില്ലെന്ന്. ആർക്ക്? മാധവൻ. മാധവനോ? തന്റെ വീട്ടുകാരും കണ്ടില്ലല്ലോ ഒരു മാധവനെ അവിടെ. നീ കണ്ടായിരുന്നോ? അവനെങ്ങനെ കാണാനാ? അവൻ കല്യാണം കഴിച്ചിപ്പോ വന്നതല്ലേ ഉള്ളൂ. കല്യാണം കഴിച്ച കണ്ണ് കാണത്തില്ലേ? എനിക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷെ വീട്ടുകാരും കാണാത്ത സ്ഥിതിക്ക് കേസ് തള്ളിപ്പോവും. അല്ലെങ്കിൽ തന്നെ അയാൾ എന്തിനെ തന്നെ കൊല്ലണം? വൈരാഗ്യ സാറേ, അതിപ്പോ തുടങ്ങിയതല്ല, പണ്ടേ തുടങ്ങിയതാ. അതെ, പണ്ട് ഞാൻ ഇതുപോലെ കുളിക്കാനായിട്ട് വെള്ളത്തിൽ ഇറങ്ങി കഴിഞ്ഞാൽ ഉടനെ അവൻ വന്ന് കാല് പിടിച്ച് താഴോട്ട് കൊണ്ടുപോകും കൊല്ലാൻ. ഇപ്പോഴും അങ്ങനെ തന്നെ എങ്ങനെ പിടിച്ച് വലിക്കണ എനിക്കറിയാം. സാറേ, വെള്ളത്തിൽ വീണ ഷോക്കിൽ അച്ഛൻ പിച്ചുമ്പേം പറഞ്ഞത്. നമുക്ക് കേസില്ല. സിയോ ഒന്നും നോക്കൂല ഞാൻ. നീ അല്ലല്ലോ അനുഭവിച്ചത്. സാറേ, ഇവനടക്കം എല്ലാവരും അവന്റെ സൈഡാ, മാധവന്റെ. പക്ഷെ കോടതി എൻ്റെ കൂടെ. എല്ലാത്തിനും പെടുത്തും ഞാൻ, നിന്നെയും പെടുത്തും. അതിന് ഞാൻ എന്തോ ചെയ്തു? നീയാണ് എന്നെ വന്ന് ഇട്ടിട്ട് കയറി കെട്ടാന്ന് പറഞ്ഞ തള്ളി ഇറക്കാൻ നോക്കിയത്. അവൻ പറഞ്ഞ ഏൽപ്പിച്ചത്. എനിക്ക് കോടതിയുണ്ട്, ഒരുത്തനെ ഞാൻ വെറുതെ വിടില്ല. എല്ലാത്തിനും കോടതി ഏറ്റു. എന്താ എന്താ പറ? ഉണ്ണിയച്ഛനൊന്നും മരത്തായിരുന്ന മതിയായിരുന്നു. ഞാൻ കാരണം മതിയേട്ടാ. അതെന്റെ തന്നെയാടാ. അയാളാ ചെയ്യും. വെള്ളത്തിന്നല്ല, പാതാളത്തിന്ന് വരെ അയാൾ വന്ന് കാലി പിടിച്ച് വലിക്കും. അത് ചെയ്യാൻ ഈ പഞ്ചായത്തിൽ അയാളുള്ളൂ. അത്ര നല്ല മോനെ. എന്റെ അപ്പനാരായിരുന്നു മോൻ. എന്നെ കൊണ്ട് ഏത് പ്രായത്തിലായി നോക്കിക്കാൻ തുടങ്ങിയതാ. അയാൾ മെയ്യാണെങ്കിൽ എന്തെങ്കിലും ചെയ്യുന്നത് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? സിയോ. ശരിക്കും ഇവര് തമ്മിൽ എന്തായിരുന്നു പ്രശ്നം?
ശരിക്കും അവര് തന്നെയായിരുന്നു പ്രശ്നം. ഇനി വെച്ചോണ്ടിരിക്കണ്ട, ഇവരെ തീർക്കും. നീയൊക്കെ ഈ ലോക്കലായിട്ട് ജാതി നല്ല സാധനം ഒഫീഷ്യലായിട്ട് ഞങ്ങൾ അവിടെ വെച്ച് എടുത്തോളാം. ഞങ്ങളുടെ അളിഞ്ഞു തന്നമാരുണ്ടാക്കിയ പ്രശ്നങ്ങളെ അത് ഞങ്ങൾ തമ്മിൽ തീർത്തോളാം. പിന്നല്ല എനിക്കേ ഒരെണ്ണം അടിച്ചിട്ട് ഞാൻ പറയാം. നിങ്ങൾ തന്തമാരെ അങ്ങനെ ഉണ്ടാക്കാൻ നിൽക്കണ്ട. ഞാൻ കണ്ടുണ്ട് മനുഷ്യ സ്നേഹം. അതായിരുന്നു മാധവൻ ചേട്ടൻ. അയ്യോ, എന്തിന്? സ്വന്തം പെങ്ങളെ പോലും അദ്ദേഹം സ്നേഹിച്ചിരുന്നു. എന്റെ മാധവൻ ചേട്ടൻ. ഇതെന്ത് തേങ്ങ? ഒരു പ്രായം കഴിഞ്ഞാൽ പിന്നെ എല്ലാരും കുളിമുറി വീണാ കിടപ്പിലാണ്. ഞാൻ എല്ലാരോടും പറയും ഈ കുളിമുറി ഇടരുത്. ഞാനും ഇത് അപ്പളേ പറഞ്ഞാ പൊളിച്ച ടൈലിടണ്ടായിരുന്നു. പക്ഷെ ഓള് ഒരൊറ്റ നിർബന്ധം. ഇപ്പൊ ആര് കേക്കാൻ? വീണ് കിടക്കുമ്പോ നല്ല ഭംഗിയല്ലേ കാണാൻ? ഭംഗിയില്ല പോലും കുളിമുറിയില്ലേ. ആ പിന്നെ ഞാൻ തരുന്ന ഈ മരുന്ന് മാത്രം കഴിച്ചാ പോരാ. ആരെയാലും ഒന്ന് അറിയാവുന്നവരെ വിളിച്ച് തടവിക്കുന്നത് നല്ലതാ. അതിപ്പോ പിണങ്ങി കളിയാനാണെങ്കിൽ ബെസ്റ്റാ. ഫ്രണ്ടേ, വണ്ടി ഒന്ന് തിരിച്ചു നിർത്തിയേ. മാലതിനൊന്ന് കണ്ടിട്ട് പോകാം. ശരി, ഓക്കെ. 10 മിനിറ്റ് ഞാനൊന്ന് ശരിയാക്കിയിട്ട് വരാം. മാലതി, എടി പോത്തേ. ആ കാലെവിടെ? എന്തിനാ നീ ബാത്റൂമിൽ വീണത്? വേദനയുണ്ടോ? ഇല്ല. ഇല്ലേ? ഉണ്ട്. ചേട്ടൻ തിരുമ്മി ഓടിച്ചെന്നാ തോന്നുന്നത്. 7 ദിവസം സ്ഥിരമായി തിരുമണം. തിരുമ്മി കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിച്ചാ മതി. അപ്പോ ഒരാഴ്ചക്കൊന്നും തിന്നാൻ പറ്റൂല? അതല്ലടി പോത്തെ, തിന്നുന്നതിന് മുമ്പ് തിരുമ്മ്. പോത്തെ, നിന്റെ എരുമക്കെട്ടിയനോട് പറഞ്ഞേര്. കാണാം. ശരി, നാളെയും വരുമോ തീരുമാൻ? ഫ്രണ്ടേ, എന്തോ വണ്ടി എടുക്ക്. മല തിരിഞ്ഞ് ഓടി നടക്കും. ഉറപ്പല്ലേ? TV അങ്ങ് നിർത്തിക്ക. മനുഷ്യൻ ടെൻഷൻ അടിച്ചിരിക്കുമ്പോഴാണ് ഇന്ത്യയും പാകിസ്ഥാൻ്റെ കളി. പിന്നല്ലാതെ ഓസ്ട്രേലിയ ആയിരുന്നെങ്കിൽ ഇത്ര പ്രശ്നമില്ലായിരുന്നു അല്ലേ അണ്ണാ? ഹലോ. ഹലോ സാറേ, നമ്മുടെ അഡ്വക്കേറ്റ് കോടതിയിൽ നന്നായിട്ട് വാദിച്ചാ. പക്ഷെ ആ ജഡ്ജ് ആരുടെ സ്വാധീനത്തിന് വഴങ്ങി കേസ് നമ്മൾ തോറ്റുപോയി. അതെ അതെ, അതായിരുന്നു അതിന്റെ. അതെ, അതായിരുന്നു സംഭവം. താങ്ക് യു, താങ്ക് യു, കൺഗ്രാറ്റ്സ് സർ. താങ്ക് യു, താങ്ക് യു, കൺഗ്രാറ്റ്സ്. താങ്ക് യു. ഓ സത്യഭാമ, കൺഗ്രാറ്റുലേഷൻസ്. സത്യഭാമ വിൽ മിസ് യു. മധുവേട്ടാ, കേസ് ചേച്ചന്റെ കൺഗ്രാറ്റുലേഷൻസ്. എന്ത് കൺഗ്രാറ്റുലേഷൻസ്? പിന്നെ എതിർഭാഗോടാ മുരളി, മോളെ ഒറ്റക്ക് ഇരുത്തിയിട്ട് ഈ പുറത്തോട്ടുള്ള കറക്കം അത്ര നല്ലതല്ല. എന്ത് ചെയ്യാനാ, തീരെ സുഖമില്ല. ഇടയ്ക്ക് ഇങ്ങോട്ട് വരാറുള്ളൂ. പൈൽസ് തന്നെ. വെരി ഗുഡ്. പടാ, കാരണം ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക് കയറണ്ട. ചേട്ടാ, കൊച്ചുനാള് മുതൽ കാണുന്ന കൊച്ചാ. അതിനടിച്ച കേറ്റിക്കുളം ഞാൻ. ആ വക്കീലിൻ്റെ ഒന്ന് കൊടുത്തേ, ഗുഡ് ന്യൂസ് ഉണ്ട്. ഹലോ, പറയൂ. എടോ, താൻ എന്നോട് ചോദിച്ചില്ലേ ഞാൻ ഈ കേസ് ജയിച്ചു കഴിഞ്ഞാൽ വസ്തു എന്ത് ചെയ്യുന്നു? ചോദിച്ചു. അത് ഞാൻ വിറ്റിട്ട് നിന്റെ അമ്മായിയമ്മേനെ ആദ്യം കെട്ടി. എന്താ പറഞ്ഞേ? നിനക്ക് അമ്മമ്മ ഉണ്ടോ? അവരെയും പിടിച്ച് ഞാൻ കെട്ടിക്കും. അല്ല, അമ്മൂമ്മ അത്. കോടതി വളപ്പിലെങ്ങാനും നിന്നെ കണ്ട കേട്ടാ. ഓക്കെ, താങ്ക് യു. വീടിലെ ആ പറമ്പിൽ അവനെ കൊണ്ട് കാല് കൂത്തിക്കില്ല.
വാ തുറക്ക്. വാ റെഡിയല്ലേ? വാ വാ. വെക്കല്ലേ, ഇറങ്ങ സ്പീഡാക്ക്. ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു. ഓൾ ദ ബെസ്റ്റ്. ആ നീ ഫോൺ എടുത്തതല്ലേ, എന്തായാലും ഒരു വീഡിയോ എടുത്തോ. നമ്മ വിജയിച്ച് കയറണല്ലേ, നമുക്ക് റീലിടാം. അവന്മാര് പണി തന്നതാ ചേട്ടാ. ഇത് സൂപ്പർ ഫ്രെയിമാ കേട്ടോ, അങ്ങനെ തന്നെ നിന്നു. ഈ വൈറലൊക്കെ വൈറലാവും ഉറപ്പാ. ഫ്രണ്ടേ, എന്തോ ഇതൊരു ചുമടുണ്ടല്ലോ. കണ്ട് ഞാൻ, എല്ലാം കിട്ടിയിട്ടുണ്ട്. വെട്ടും കുത്തും ഇല്ല, ചോരതെറിയുന്നില്ല. പുതിയ കാലം, പുതിയ ലോകം, പുതിയ സമരമുറകളാ. മുന്നിൽ വരാൻ പേടി, കണ്ണിൽ നോക്കാൻ പേടി. താഴെ നോക്കി തോളും തൂക്കി പമ്മി ചമ്മി തീരുന്നീ. പോയ നാറ്റമാകെ കാറ്റിൽ വീശിടും. ചുവട് തെറ്റി വഴി പിടച്ചു മണ്ണൽ മാണ്ടിടും. നെൽതരം കളിക്ക് മുന്നിൽ വിറച്ചിടും. മുന്തിയോന്ന് തല കുനിച്ചിടും. നോക്കിക്കൊണ്ടിരിക്കാൻ കറിയുണ്ട് കൊറ ചെല്ല് കൊണ്ട് കൊറടാ അങ്ങോട്ട്. പൊറോട്ട തീർന്ന കേട്ടോ. കൊല്ലാതെ കൊല്ലും കൂട്ടമനട വ്യാരി. ഇടിയുമില്ല കൊടിയുമില്ല ആശയമാശയം. വാക്ക് തർക്കമില്ല, ഇനി ഒത്തു തീർപ്പുമില്ല. തോൽക്കുവാൻ മനസ്സുമില്ല, കണ്ടോ കണ്ടോ കണ്ടോ. വെല്ലുവിളികളില്ല ഇവിടെ പുല്ലുമായുധം. കാലടിക്ക് കീഴെ നിന്നു മണ്ണൊലിച്ചിടും. വെളിയിലേക്ക് ചാലും മാച്ചാലും നാറിപ്പോകും കേസാണ്. എവിടെ നോക്കിയാലും അപ്പി അപ്പി അപ്പിയ. കാണുന്നതെല്ലാം ഇവിടെ അപ്പി അപ്പി അപ്പിയ. എവിടെ നോക്കിയാലും. ഹലോ, മതി പരിശ്രമിച്ചതിന് അടുത്ത പ്രാവശ്യം ആവട്ടെ. എണീറ്റോ. രക്ഷപ്പെട്ടു. ഗൂഗിൾ പേ ഇല്ലാത്തവര് അത് ഇൻസ്റ്റാൾ ചെയ്ത് അവരവരെ ബാങ്ക് അക്കൗണ്ടുമായിട്ട് ബന്ധിപ്പിക്കേണ്ടതാണ്. ഓക്കെയോ? അതും അറിഞ്ഞൂടാത്തവര് ലജ്ജിക്കുക. സാരമില്ല, ചിലപ്പോ അങ്ങനെയൊക്കെ സംഭവിക്കും. കാണിക്കും. ഒരു മിനിറ്റ് തീർത്തോട്ടെ. ഓക്കെയോ? ഇനി എന്തോറാൻ വിളിക്കണേ. ഓ, എന്തൊരു സന്തോഷം. തീട്ടം കണ്ടിട്ട് നാട്ടുകാരുടെ എന്ന് തോന്നാനില്ല, മൈൻഡിൽ ഷൗട്ടിയ പോലെ പോയടാ. ചേട്ടാ, ഇത് ഇച്ചിരി അക്രമമായി പോയി. ചേട്ടാ, ഇത് നമ്മൾ തിരിച്ചടിക്കണം. പറ്റോ? ചേട്ടാ, ഈ തെണ്ടിക്കൂടെ മാറിക്കണം അങ്ങോട്ട്. ശങ്കുണ്ണി, ഇറങ്ങി വാടാ. എന്നാണ് നീ നമ്പൂരിയായത്? നിന്നെ ഞാൻ പൊതപ്പിച്ച് കിടത്തൂടാ. ഇയാളാണല്ലേ ഉണ്ണിയച്ഛനെ മുക്കിക്കൊല്ലാൻ ശ്രമിച്ചത്. എനിക്കിനി മതിയായില്ലേ? ഫ്രണ്ടേ, ആരും ശ്രദ്ധിക്കുന്നില്ലല്ലടാ. ശരിയാണല്ലോ, ആരും കേട്ട് കാണത്തില്ല. ഇനി ചേട്ടാ, എനിക്ക് തോന്നിയമാരല്ല ഹിന്ദിക്കാരാന്ന്. സുഗമ ഹിന്ദി പാസ്സായ എന്നോടാ
ए साले संगुनी महाराजा नंबूदिरी साले ചേട്ടന്റെ ഹിന്ദി വർക്കായി. बाप को मैंने पयंबुरी बनाऊंगा महाराजा तू कौन है എന്താ പ്രശ്നം? ഇവനുണ്ടല്ല ഇവൻ നമ്പൂതിരി ഒന്നും അല്ല കച്ചവടത്തിന് വേണ്ടി നമ്പൂതിരി അല്ല എന്തുമാകും അവൻ എന്ത് നമ്പൂരി? അത് കമ്പനിയുടെ പേരല്ലേ?